ഒരു കോമഡി ഡൈവേഴ്സ് സ്കിറ്റ്. പേര് കേൾക്കുമ്പോൾ സീരിയസ് ആയ വിഷയം പോലെ തോന്നാമെങ്കിലും ഇതിൽ അല്പം ചിരിയുടെയും രസത്തിൻ്റെയും പൊടിപടലമാണ്. വിവാഹ ജീവിതത്തിലെ ചെറിയ തർക്കങ്ങൾ വലിയ കോമഡികളായി മാറുമ്പോൾ എന്താകും സ്ഥിതി? അതെ, അതാണ് നമുക്കിനി കാണാനിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ചിരി പൊട്ടട്ടെ എന്ന മുദ്രാവാക്യത്തോടെ നമുക്ക് തുടങ്ങാം. അതൊന്ന് വായിക്കി. അവിടെ എഴുതിയിരിക്കുന്നത് മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ. ഏട്ടാ ഞാൻ പ്രതിഭാഗം വാദിക്കുന്നോണ്ട് ചേട്ടന് കുഴപ്പമൊന്നും. അങ്ങനെ ഒന്നും പേടിക്കണ്ട മോളെ. പ്രതിഭാഗം ഇത് നമ്മുടെ ലൈഫാണ്, ഇത് പ്രൊഫഷനും മറ്റും നമ്മുടെ ലൈഫ്. നീ അങ്ങനെ അതിൽ കൂട്ടുപോയിക്കേണ്ട കാര്യമില്ല. നീ ധൈര്യമായിട്ട് വാദിക്കും. ആദ്യമായിട്ടല്ലേ ഏട്ടാ ഇങ്ങനെ എതിരായിട്ട് നിൽക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ. ചലഞ്ച് എടുക്കണം. ഞാനെന്തായാലും പൊളിക്കും, നീയും പൊളിക്കണം. എടി കൊച്ചിന് ചോറ് കൊടുത്തു വിട്ടായിരുന്നു. ചേട്ടാ ചോറ് എടുത്തോ? ഞാനും ചോറ് എടുത്തായിരുന്നു. മോളെടുത്ത ചോറ് നമുക്ക് കേസ് കഴിച്ചിട്ട് ഒരുമിച്ച് കഴിക്കണം. പൊളിക്കണേ ഞാൻ പൊളിക്കും കേട്ടോ. കേസ് നമ്പർ 11/124 പുത്തൻ വീട്ടിൽ സുമ. ഹാജരുണ്ടോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം. യുവർ ഓണർ, പുത്തൻപുരക്കൽ സുമി എന്ന എന്റെ കക്ഷിയും മേലെടുത്ത് രാഘവൻ നായരുടെ മകൻ മംഗളഭാനു എന്നയാൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഈ 8 വർഷ കാലയളവിൽ എന്റെ കക്ഷിക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ നോക്കുകയോ കുട്ടികൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആയതുകൊണ്ട് എന്റെ കക്ഷിക്ക് എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എതിർഭാഗം വക്കീലിന് എന്തെങ്കിലും ബാധിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. ഭാര്യ ഭർത്താവൊക്കെ വീട്ടില്, ഇത് കോടതിയാണ്, മറന്നു പോകുന്ന രണ്ടുപേരും. അല്ല സാറേ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കേസിൽ അപ്പീൽ ചെയ്യുന്നത്. അതിന്റെ ടെൻഷൻ വെച്ചിട്ടുണ്ട്. സാരല്ല, കണ്ടിന്യൂ. കേസ് നമ്പർ 11/124 മേലെടുത്ത വീട്ടിൽ മംഗളഭാനു. ഹാജരുണ്ടോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം. നേരത്തെ ആരെങ്കിലും ഒന്ന് കള്ളം പറഞ്ഞ? സത്യം. താങ്കളുടെ പേരെന്താണ്? അതൊരു ചോദ്യം. നിങ്ങൾ ഇന്നലെ ഫീസ് ചോദിച്ച സമയത്ത് പറഞ്ഞു മംഗളഭാനു 10,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ തരാമെന്ന് പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെയാണ് ബാധിക്കുന്നത് പറഞ്ഞു. അത് ഞാൻ സംഭവിച്ചു. പിന്നെ പറഞ്ഞു മംഗളഭാനു തോക്കാണെങ്കിൽ 10,000 തരാൻ പറ്റുമോ പറഞ്ഞു. താങ്കളുടെ പേരെന്താണ്? മംഗളഭാനു. മിസ്റ്റർ മംഗളഭാനു, ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? ഏത്? ഇല്ല. മംഗളഭാനു ശ്രദ്ധിച്ചു നോക്കൂ. ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? പരിചയമില്ല. ഇതിന്റെ ഭാര്യയല്ലേ? ഇത് അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ മംഗള ഭാര്യ കോടതിയുടെ രീതികളാണ് ഉള്ളത്. പറ. അറിയാം. ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. കല്യാണം കഴിച്ചതിന് ശേഷം ഡെയിലി പ്രശ്നം. എന്റെ ജഡേജ് അത് പിന്നെ ജഡ്ജ് എന്നെ മനസ്സിലാക്കണം. എനിക്ക് ഇവളോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. രണ്ടും 2 പാത്രമാക്കണം. വേറെ പിടിച്ച് അന്നേ പറ്റൂ. അയ്യടാ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആര് താമസിക്കണത്? ജഡ്ജി സാറേ, എനിക്ക് ഒരു നിമിഷം പോലും ഇയാളെ കൂടെ താമസിക്കണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം. അല്ല, ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ അത് ഈ ഭാര്യയും ഭർത്താവും കൂടെ പിരിയുമ്പോൾ നമുക്ക് കോടതിയിൽ നിന്ന് ഒരു പേപ്പർ വരില്ല. അത് കേട്ടാ, വിവാഹമോചനത്തിന് പറഞ്ഞതാണ് റിവേഴ്സ്. ഇതാണ് വിദ്യാഭ്യാസമില്ല, വിവരമില്ല. എനിക്ക് ഇതിന്റെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പുതിയ കാലഘട്ടം, ന്യൂ ജനറേഷൻ. ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. ഐ വാണ്ട് ഡൈവാഷ്. ഈനാം പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട്. ഡൈവേഴ്സ് അല്ല, ഡിവോഴ്സ്. 7ാം ക്ലാസ് വരെ പഠിച്ച ഇതെങ്കിലും പറഞ്ഞ് സംഭവം പിടിയിട്ടില്ല നിങ്ങൾക്ക്. യുവർ ഓണർ, വിദ്യാഭ്യാസ കുറവുണ്ട് ഇയാൾക്ക്. സാധാരണ ഈ കാലഘട്ടത്തിൽ ഡിഗ്രി ഹോൾഡറായ എല്ലാ എനിക്ക് ഡിഗ്രി വരെയൊക്കെ പഠിക്കണം താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ സൗകര്യമില്ല, AC ഇല്ല, ചാരി കിടന്ന് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ 7ാം ക്ലാസ്സിൽ ഞാൻ നിർത്തിയത്. ഇല്ലെങ്കിൽ ഞാൻ കളക്ടർ ആവുമായിരുന്നു. പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു പറയുന്നതാണ് സത്യം. ഐസക് ന്യൂട്ടൺ പോസ്റ്റിന്റെ വട്ടത്തിരുന്നാണ് പഠിച്ചത്. എബ്രഹാം ലിങ്കൻ മെഴുകുതിരി വട്ടത്തിരുന്നാണ് പഠിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് വരെ. സാറേ, ഞാൻ ജനിച്ച നാൾ മുതൽ നേഴ്സറി പോണ കാലഘട്ടം മുതലേ എല്ലാവരും പറയുന്ന ഡയലോഗാണ്. അവിടെ ഇരുന്ന് പഠിച്ച് മറ്റേതായി, ഇവിടെ നിന്ന് പഠിച്ച് മറ്റേതായി. സാറേ, ഞാൻ ചെറിയ ഒരു
സംശയം ചോദിച്ചോട്ടെ? 3:30 മണിക്ക് സ്കൂൾ വിടും. ഈ രാത്രി വരെ ഇവർക്ക് എന്താണ് പരിപാടി? എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടന്ന് ക്രിക്കറ്റും കളിച്ചിട്ട് വരും. അമ്മ അടിക്കുമ്പോൾ കരഞ്ഞോണ്ട് വന്നിരുന്ന പോസ്റ്റിന്റെ മൂട്ടിൽ പഠിക്കുന്ന അത്ര വലിയ കഴിവൊന്നുമല്ല. സാറൊന്നും ഇവരെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ ഉള്ള കാര്യം പറയാം. ഇതൊക്കെ ആരോട് പറയാൻ? സാറേ, എനിക്ക് ഇയാളെ വേണ്ടാന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണം ഞാൻ ഇവിടെ പറയാം. എന്റെ അച്ഛൻ എനിക്ക് സ്ത്രീധനം തന്ന വസ്തുവില് ഒരു തേക്കും ഈട്ടി തൈകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈട്ടി വരി കുറെ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടിമുറിച്ചിട്ട് ഇയാൾ പഞ്ഞിമരം കൊണ്ട് നട്ടു സാറേ. അത് ഞാൻ നാളത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ചത്തു കഴിഞ്ഞാൽ ഈ ഈട്ടിയും തേക്കും ഫർണിച്ചറും ചമന്ന് നമുക്ക് മേളിൽ പോകാൻ പറ്റുമോ? പക്ഷേ പഞ്ഞിമരം വെച്ച് കഴിഞ്ഞാൽ ചാമ്പോ മൂക്കിൽ പഞ്ഞെങ്കിലും വെച്ചോണ്ട് പോവാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ജോലിക്ക് കുരുക്കിയാൽ പോകില്ല സാറേ. അത് മാത്രം പറയുന്നത്. ജോലിക്ക് എന്റെ കുടുംബത്തിൽ ജോലിക്ക് പോകാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. അറിയാം, എല്ലാവർക്കും ജോലി. അപ്പൊ അച്ഛൻ റിട്ടയർ ആയോ? ഇല്ല, പുള്ളി തന്നെ ഇപ്പോഴും എന്റെ അച്ഛൻ. അതല്ല, അച്ഛൻ ജോലിയിൽ നിന്ന് റിട്ടയർ ആയോ? ഇല്ല, ഇപ്പോഴും സർവീസിലുണ്ട്. എന്താണ് അച്ഛൻ ജോലി? മേലെടുത്ത് രാഘവൻ നായർ IPS. അപ്പോ സാറേ പച്ച കള്ളമാണ്. എന്റെ അച്ഛൻ IPS അല്ലേ സാറേ? ഇയാൾ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇയാളുടെ അച്ഛൻ IPS എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചത്. ചുമ്മയാണ് സാറേ, വെറും പപ്പട കച്ചവടമാണ് ഇയാൾ അച്ഛന്. ഈ പപ്പട കച്ചവടം IPS എങ്ങനെ മാച്ച് ആവണം? അതെ, പപ്പട കച്ചവടം. അച്ഛന്റെ കടയുടെ പേരാണ് ഇന്ത്യൻ പപ്പടം സർവീസ് IPS. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, ഞാൻ വേറെ ഒന്നും പറഞ്ഞ. അത് മാത്രമല്ല യുവർ ഓണർ, ഇയാളുടെ സ്വഭാവശുദ്ധിയിൽ എന്റെ കക്ഷിക്ക് സംശയമുണ്ട്. മിസ്റ്റർ മംഗളഭാനു, താങ്കൾക്ക് അവിഹിതമുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിച്ചത് ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ട് ഞാൻ. താങ്കൾക്ക് അവിഹിതമുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. സാറിനുണ്ടല്ലോ. ഒരിക്കലും സാറിനുണ്ടല്ലോ. എനിക്കാ? ഞാൻ കണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാണല്ലോ. ശ്രദ്ധിച്ച് കേൾക്ക്. അവിഹിതമുണ്ടോ? ഉണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോ 2 കിലോ പച്ചരി, 4 കിലോ ചാക്കരി, 1/2 കിലോ പഞ്ചസാര, 1 ലിറ്റർ മണ്ണെണ്ണ എനിക്ക് കിട്ടി. എന്റെ അരിവിഹിതം. സാറ് അവിടെ കിടന്ന് മണ്ണെണ്ണ കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ റേഷൻ കടയിൽ. അരിവിഹിതം കിട്ടിയെന്ന് പറഞ്ഞു. അരിവിഹിതമല്ല, അവിഹിതം. അതൊന്നും പരസ്ത്രീ ബന്ധം. അയ്യോ, അതൊന്നും സാറേ. എന്റെ പൊന്നു സാറേ വിശ്വസിക്കും. പക്ഷെ ഇത് എതിർഭാഗം വക്കീൽ കരുതി കൂട്ടി എന്റെ കക്ഷിയെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ, ഇയാൾക്ക് അവിഹിതമുണ്ടെന്ന് എന്റെ കക്ഷി കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു ദിവസം എന്റെ കക്ഷി വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇയാൾ അയൽപക്കത്തുള്ള മിനിയെ വീട്ടിൽ വിളിച്ചു വരുത്തി സല്ലപിച്ചിരിക്കുന്നു. ഇതാ നിങ്ങൾ ഇത്ര വിഷയമായിട്ട് പറഞ്ഞത്. മിനി, എന്റെ പൊന്നു സാറേ, ഇത് തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയാണ്. അതായത് ഞാൻ എന്റെ വീട്ടിൽ ഷോക്ക് അടിച്ച് കിടന്ന സമയത്ത് ഞാൻ ചാവാൻ പോയി, ആരെങ്കിലും വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ മിനി ഓടി വന്നു. അവൾക്ക് മനസ്സിലായി ഞാൻ ചാവുന്നു. അപ്പോഴെന്നെ അവൾ എനിക്ക് കുറെ കൃത്രിമ ശ്വാസം തന്ന് രക്ഷിച്ചു. അതിനെ കണ്ടുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ തെറ്റിദ്ധരിച്ചിട്ട് ഇത്ര വിഷയമായത്. നോട്ട് എ പോയിന്റ് യുവർ ഓണർ. എന്റെ കക്ഷി ഷോക്ക് അടിച്ച് കിടന്നപ്പോ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ഇത്ര വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. കറണ്ട് അടിച്ച് വീണ് കിടക്കുന്ന ഒരാൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ കറണ്ട് ഇല്ലാത്ത ഇയാളെ വീട്ടിൽ ഇയാളെ എങ്ങനെ കറണ്ട് അടിച്ചു? ഇതാണ് എന്റെ ചോദ്യം. അത് മാത്രമല്ല യുവർ ഓണർ, എന്റെ കക്ഷിയെ എതിർ കക്ഷിയുടെ ആളുകളെ വിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ഈ മിനിയുടെ കേസം പറഞ്ഞ് ഇവളെ അച്ഛൻ, ഇവളെ സഹോദരൻ, ഇവളെ മാമനെല്ലാം കൂടെ എന്നെ പാട്ടി അടിക്കുമ്പോൾ അങ്ങനെ വെറുതെ പറഞ്ഞ പറ്റില്ല. കോടതിയിൽ തെളിവുകളും സാക്ഷികളുമാണ്. സാക്ഷിയുണ്ട് യുവർ ഓണർ. എന്റെ സാക്ഷിയെ വിസ്തരിക്കാൻ അനുമതി തന്നാലും. സാക്ഷി രസലകുമാർ ഹാജരുണ്ടോ? എന്റെ പൊന്നളിയ, എന്റെ വില കളയുന്നു. നീ കൂടപ്പുറപ്പിനെ പോലും ഞാൻ കൊണ്ടിടക്കും. എന്നെ പട്ടി അടിക്കും പോലെ ഇവിടെ അച്ഛനും സഹോദരനും മാമനെ കടിച്ചു ഓർമ്മയുണ്ട്. എല്ലാം വളരെ പുള്ളി തെറ്റാണ് പറഞ്ഞു കൊടുക്കും. ഡൈവോഴ്സ് വാങ്ങി എനിക്ക് ഈ പൂപ്പനെ വേണ്ട. നമുക്കൊന്ന് കാണണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കേട്ടോ പട്ടയ്ക്ക് പറഞ്ഞു. മിസ്റ്റർ രസനകുമാർ, ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ? മനസ്സിലായില്ല പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഈ പ്രതിഭാഗം നിനക്ക് മനസ്സിലായില്ല. അല്ല, മനസ്സിലായില്ല. എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് രസനകുമാർ? നാക്ക് പഠിച്ചിട്ടെങ്കിലും പറഞ്ഞടാ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും, അത് വിഷയമല്ല. പക്ഷെ ഇവർക്ക് മനസ്സിലാക്കണം. എങ്കിലേ എനിക്ക് ഡൈവോഴ്സ് കിട്ടും. കാല് പിടിക്കാൻ നീ പറയൂ രസനകുമാർ. സാറേ, ഇങ്ങനൊരു കേസില്ല. ഞാൻ അത് വെറുതെ പറഞ്ഞാൽ അത് വിട്ടുകളയത്. ഇതുപോലെ കെട്ടിച്ചമച്ച സാക്ഷികളെ കൊണ്ടുവന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം വക്കീലിൻ്റെത്. അതുകൊണ്ട് എന്റെ കക്ഷിക്ക് എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അതോടൊപ്പം എന്റെ കക്ഷിയിൽ നിന്നും ഇവർ വാങ്ങിയ സ്ത്രീധന പണം എത്രയും പെട്ടെന്ന് തിരികെ നൽകണമെന്നും ഞാൻ. ഹലോ, ശ്രീധരം ശ്രീധരം എനിക്കൊരു ശ്രീധരം തന്നു. നീ എപ്പോ ശ്രീധരം സ്ത്രീധനം വാങ്ങിച്ചില്ലേ? 2 ബാഗ് നിറച്ച് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി വെളുക്ക എണ്ണി തിട്ടപ്പെടുത്തിയതൊക്കെ മറന്നുപോയ
മനുഷ്യ നിങ്ങൾ? യുവർ ഓണർ, 2 ബാഗ് നിറച്ച് കാശ് കൊണ്ടുപോയി ഒരു രാത്രി മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തണമെങ്കിൽ ഏകദേശം ഒരു 8 കോടി രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. അത് എത്ര? നീ കേട്ടാ, എനിക്ക് തന്നത് 8 കോടി രൂപയാണ്. ഞാൻ പറയാൻ വേണ്ടി എന്റെ പൊന്നു സാറേ, എനിക്ക് 8 കോടി തമ്മിൽ ആകെ തന്നത് 3000 മുഴുവൻ അറിയാം. 3000 രൂപ? ഈ 3000 രൂപ എണ്ണാനാണ് ഒരു ദിവസം മൊത്തം എടുത്തത്? സാറേ 25 പൈസ 50 പൈസ തൊട്ട് വെച്ച് ഒരു 3000 രൂപ സാറ് 10 മിനിറ്റ് കൊണ്ട് എണ്ണു. ഒരു കായസഞ്ചിയിൽ ഇവിടെ അച്ഛൻ കൊണ്ടിട്ട് ആളെ കണ്ടത് നിന്റെ ശ്രീധനും കുറെ നേരം ഇരുന്ന് എണ്ണിയപ്പോ എന്റെ കൈ കഴിച്ചു. അങ്ങനെ 2 ബംഗാളികളെ ഞാൻ കൂലിക്ക് വിളിച്ചു. അവരെ ശമ്പളം പോയിട്ട് ബാക്കി കിട്ടിയത് 16 രൂപ. അപ്പുറത്തെ കടയിൽ പോയി ഒരു ചായ ഒരു വളയിൽ നിന്നപ്പോ ആ പൈസ തീർന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. എന്റെ കക്ഷിക്ക് കൊടുക്കാന്ന് പറഞ്ഞ എമൗണ്ട് 50 പവന് 10 ലക്ഷം രൂപയും പകരത്തിന് 3000 രൂപയാണ് കൊടുത്തത്. അവർക്കെതിരെ വഞ്ചന കുറ്റത്തിന് കേസ് എടുക്കണം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവളുടെ മരണം വരെ അവളെ സംരക്ഷിക്കുന്നതിന് അവരുടെ വീട്ടുകാർ കൊടുക്കുന്ന ഒരു പാരിതോഷികമാണ്. അത് കൊടുക്കാത്തത് അന്തസ്സിന് ചേർന്ന പരിപാടിയല്ല. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അന്തസ്സല്ല. അല്ല. നിന്റെ അച്ഛൻ എനിക്ക് എത്ര പവൻ തരാൻ പറഞ്ഞത്? 101 പവൻ. എന്നിട്ട് എത്ര തന്നു? 10-90 തന്നില്ല കേട്ടോ. 10-90, 17 പവൻ. അതിൽ 7 പവൻ മുക്ക് കണ്ടോ. ബാക്കി 90 പവൻ നിന്റെ അച്ഛനടുത്ത് ഈ നിമിഷം എന്റെ അടുത്ത് കൊണ്ടുതരാൻ പറയണം. എന്നെ പോലെ സുന്ദരായ പെണ്ണിനെ കിട്ടിയ വലിയ കാര്യമൊന്നും ചിന്തരിക്കാതെ വന്നേക്കണ്. എടി നല്ല തറവാട്ടി പിറന്നവളാണ് പറയാൻ നിൽക്കരുത്. നിന്റെ തറവാട്ടി. എനിക്ക് ഇങ്ങനെ കൂടെ ജീവിക്കണ്ട സാറേ. എത്ര വർഷമായെന്നറിയോ ഞാൻ കിടന്ന് അനുഭവിക്കണം. ഇങ്ങനെ അമ്മ എനിക്ക് ഒരു കാലത്ത് സമാധാനം തരില്ല സാറേ. മര്യാദക്ക് ഭക്ഷണം തരൂല സാറേ. ഈ പറഞ്ഞൊക്കെ സത്യം തന്നെ സാറേ. ചുമ്മാ പറയണ്ട സാറേ. എന്റെ കൊച്ചിനെ പോലും നോക്കൂല. എന്റെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ പോലും ഇട്ട് കൊടുക്കൂല. അത്രയ്ക്ക് ദുഷ്ടാണ് സാറേ. ഇത് കേട്ടാ എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കൂലൊന്ന്. ചേട്ടൻ ഒരു പെങ്ങളുണ്ടെങ്കിൽ ചേട്ടനൊന്ന് പറ. എന്റെ ഒരു ആങ്ങളുടെ സ്ഥാനത്തൊന്ന് പറ. ഞാൻ നോക്കൂല ചേട്ടാ എന്റെ കൊച്ചിനെ. എടോ താൻ കൂടുതൽ എന്നോട് പറയല്ലേ. കോടതിയായി പോയി വെറുതെ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ എന്നും ഉപദ്രവിക്കാറുണ്ടോ? എന്നും ഉപദ്രവിക്കാറുണ്ട്. അവസാനമായിട്ട് എന്നാണ് ഉപദ്രവിച്ചത്? ആ കൃത്യം നടക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇയാളുടെ അമ്മയും എന്റെ മോനും ഇയാള് ഞാനും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ മർദ്ദിക്കാറുണ്ടോ? ഇല്ല സാർ. ഉറപ്പാണ്. നിങ്ങൾ സ്ഥിരം ഒരു മദ്യപാനിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ നിഷേധിക്കുന്നു. മദ്യപിക്കാറില്ല? ഇല്ല. ഇന്നലെ രാത്രി 12 മണിക്ക് നിങ്ങൾ സൂര്യ ബാറിൽ നിന്ന് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന് തെളിവുണ്ടെങ്കിൽ? ഇല്ല, ഞാൻ നിഷേധിക്കുന്നു. നിന്റെ അടുത്തിരുന്ന് അടിച്ചോണ്ടിരുന്ന ഞാനാണ്. നിങ്ങളുടെ ബഹളം ഉണ്ടാക്കിയെന്നല്ലോ. യുവർ ഓണർ, എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ആളാണിത്, അറിയോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. മദ്യപാനം എന്തൊന്നു പോലും വന്നുകൂടാത്ത എന്റെ കക്ഷി വെറും മദ്യപിക്കുന്നു എന്ന് പറഞ്ഞ് എതിർഭാഗം വാക്കി ഇവിടെ ഷൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ കള്ളം പറയില്ല. ഇല്ല. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറ നീക്കി പുറത്തു വരും. അതുപോലെയാണ് സത്യവും. മറച്ചു വയ്ക്കാം, വളച്ചൊടിക്കാം. പക്ഷെ ഒരു നാൾ അത് പുറത്തു വരും. മിസ്റ്റർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, shall I remember something that it is quite impossible for it. I feel pity for the dirty game you played in this case. It's manipulated. A police officer is supposed to be a watchdog of the justice and a servant of the society. For instance, you behave like a barking mad dog to recommend the family against a Liberian citizen and extrajudicial officer. I would. പക്ഷേ എല്ലാം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാണാതെ പഠിച്ചു വെച്ചില്ല. പക്ഷേ ഞാൻ കൈവിട്ടു. ഞാൻ ചേഞ്ച് ചെയ്തല്ലോ. കോട്ടിട്ടൊരുത്ത ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നിനക്ക് ഇദ്ദേഹത്തോട് താമസിക്കാൻ താല്പര്യമില്ല? ഇല്ല, എനിക്ക് വേണ്ട. നിനക്കോ? എനിക്ക് താല്പര്യമില്ല സാർ. നിങ്ങളെ വിവാഹമോചന കേസിന്റെ വിധി അടുത്ത മാസം 13-ാം തീയതി പറയും. കോടതി വിരിച്ചുവിട്ടിരിക്കുന്നു.
13 കാണിച്ചു തരാം. നിനക്ക് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിനക്ക് കാണിച്ചു തരാം. വിദ്യാഭ്യാസം ദൂരമൊക്കെ ഉള്ളതല്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു തീർക്കാതെ കോടതി വരെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. നമ്മളോട്ടൊന്നും പറയാനില്ല. സാക്ഷിയെ നിർത്തി നിന്നെ ഞാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് നിന്നെ അകത്തൊക്കെ എനിക്ക് സാക്ഷികളുണ്ടോ? സാക്ഷി അലിയ ഓടാ ഓടാ വാ, നീ തന്നെ സാക്ഷി. ആടാ സാക്ഷി വന്നു, സാക്ഷി വന്നു. അലിയ ഇവളെല്ലാം അടിക്കുന്നത് നീ കണ്ടോ ഇല്ലയോ? കണ്ടോ? കണ്ടില്ലേ? എന്റെ കുടുംബമേ അവൻ സാക്ഷി പറഞ്ഞ് കുളവാക്കി. ഇനിയിപ്പോ ഇവരെ കുടുംബം കൂടെ ഏച്ചു പോടാ, ഏച്ചു പോടാ, ഏച്ചു പോടാ. അത്ര ചത്ത പോടാ, ഏച്ചു പോടാ, ഏച്ചു പോടാ.